ആയുധം ബൂമറാങ് ആയല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ അവിടെ മന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി വ്യക്തമായി. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് മുനമ്പത്തിന് വേണ്ടിയുള്ളതല്ല, സമഗ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആദ്യം വക്കഫിൽ വരും, അടുത്ത ഓർഗനൈസ് ചെയ്ത് പറഞ്ഞ പോലെ ചർച്ച് ബില്ലുമായി ബന്ധപ്പെട്ട് വരും. അങ്ങനെ ഒരു ഏകമത രാഷ്ട്രത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടാണ്, സമഗ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വഖഫ് ബില്ല് വരുന്നത്. അതിനകത്ത് ഏത് വകുപ്പാണ് ഇതിനെ മുനമ്പത്തെ സഹായിക്കാനുള്ളത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇന്ന് മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, ഇനി നിങ്ങൾ നിയമപരമായിട്ട് മറ്റു വഴികളിലൂടെ പോകണം എന്ന രീതിയിൽ പറഞ്ഞതായി തന്നെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനങ്ങൾ അവർ പണം കൊടുത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്നു വർഷങ്ങളായി. അവർക്ക് അവിടെ നിയമപരമായിട്ട് അവകാശം ലഭിക്കേണ്ടതുണ്ട്. അവരുടെ ആശങ്കയെ, ഉത്കണ്ഠയെ അല്ലെങ്കിൽ അനിശ്ചിതത്വത്തെ ദുരുപയോഗപ്പെടുത്തി സങ്കുചിത രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വിഭജനത്തിൻ്റേതായ ഒരു താല്പര്യമാണ് BJP ശ്രമിച്ചത്. അത് ഇന്ന് കുറേ കൂടി തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത്തരം പ്രചാരവേലകളിൽ കുരുങ്ങി ആഹ്വാനങ്ങൾ നടത്തിയ ആളുകൾക്ക് ഒരു പുനർചിന്തനത്തിനുള്ള ഒരു അവസരം കൂടിയാണിത്. യഥാർത്ഥത്തിൽ ഈ നിയമം പ്രശ്നത്തെ കുറേ കൂടി സങ്കീർണമാക്കി. ഇനിയിപ്പോൾ ഏത് സ്വഭാവത്തിലുള്ള വഖഫ് ബോർഡായിരിക്കണം ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്? ഏത് സ്വഭാവത്തിലുള്ള വഖഫ് ട്രിബ്യൂണലായിരിക്കണം? ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുൻപിൽ നിൽക്കുന്നുവെങ്കിലും സ്റ്റേ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഏത് വകുപ്പുകളനുസരിച്ചായിരിക്കും ഇനി ഈ പ്രശ്നം പരിശോധിക്കേണ്ടത്? അപ്പോൾ കുറേ കൂടി സങ്കീർണ നിയമപ്രക്രിയയിലേക്ക് തള്ളിയിടുകയാണ് ഈ നിയമം ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വ്യക്തമായിരുന്നു. വർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ബോണോഫൈഡ് ഓക്യുപ്പൻസിൻ്റെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്താണ് സാധ്യമാകുന്നത്? അത് വഖഫ് ഭൂമിയാണെങ്കിൽ എങ്ങനെ, വഖഫ് ഭൂമി അല്ലെങ്കിൽ എങ്ങനെ, ഏത് രൂപത്തിലാണെങ്കിലും അത് സാധ്യമാകണം എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. BJPയുടെ ഈ ശ്രമം ഇപ്പോൾ കുറേ കൂടി തുറന്നു കാട്ടപ്പെട്ടു. സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും നിയമം നടത്തി അങ്ങനെ എന്തെങ്കിലും നിർമ്മാണം? അതിനാണല്ലോ നമ്മൾ കമ്മീഷൻ വച്ചത്. നിങ്ങൾ കാണേണ്ടത് ഇതൊരു 10 മിനിറ്റിൻ്റെ ക്ഷിപ്രസാധ്യ പരിഹാരത്തിൻ്റെതല്ല. ഇത് കുറേ കൂടി സങ്കീർണമാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ഇത് വഖഫ് ഭൂമിയാണെന്ന് ആധികാരികമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത്? വേണമെങ്കിൽ പിന്നെ ഫറൂഖ് കോളേജ് പൂർണ്ണമായിട്ടും അവർ വിറ്റതിന് പകരമുള്ള ലാൻഡ് വഖഫിന് കൊടുക്കാൻ ഇപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടിയൊക്കെ മുൻകൈ എടുത്ത് തീരുമാനിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാവുന്നതാണ്. പക്ഷെ അങ്ങനെ അതിലേക്കല്ല അവർ വന്നിട്ടുള്ളത്. എന്തായാലും കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്ക് വിധേയമായിട്ടായിരിക്കും അത് വരുന്നത്. ഇവിടെ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആഹ്വാനം നടത്തിയ ആളുകളെല്ലാം ഈ വിഭജനത്തിനും വൈര്യത്തിനും ഒപ്പം നിന്ന ആളുകൾക്ക് ഒരു കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഇതേപോലെ സന്ദർശനം സഹായകരമായിരുന്നു. ഇതൊരു ഇനീഷ്യേറ്റീവ്, പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ആണല്ലോ. നേരത്തെ ഗവൺമെൻറ് ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് ഒരു ആലോചന ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പിന്നീട് പല കാരണങ്ങളാൽ അത് മുന്നോട്ട് പോയില്ല. ഇപ്പോൾ NRIക്കാരായ അവരൊരു സ്വകാര്യ സംരംഭം എന്ന നിലയിൽ അവർ മുന്നോട്ട് വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിൻ്റെ ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തിയിട്ടുള്ളത്. സംരംഭകത്തിൻ്റെ ഭാഗമായി തന്നെ അവർ അതിന് മുൻപേ അവരുടെ ആലോചനകളുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ് സമ്മിറ്റിലും ഇവരുടെ ഭാഗമായി വന്നിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മീറ്റും തുടർ നടപടികളും സഹായകരമായിട്ടുണ്ട്.